നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനും പൊട്ടിപ്പോവാതിരിക്കാനും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാതിരിക്കാനും സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. മുടി വളരാനും ഈ ഒരു പാക്ക് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ ഡേ 1 നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡേ 2 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഡേ 3 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡേ 1 നമ്മൾ കെമിക്കൽ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച കാരണം മുടിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഒരു പാക്ക് നമ്മൾ മുടിയിലേക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ല. സിമ്പിളായിട്ട് മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ പറ്റുന്ന പാക്ക് മാത്രമേ നമ്മൾ ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ എന്താ പറയുക, നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്ത് മുടിക്ക് നല്ല രീതിയിൽ ഒരു മോയ്സ്ചർ തരുന്ന പാക്കാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്താ പറയുക, നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനും മുടിക്ക് നല്ല രീതിയിൽ മോയ്സ്ചർ തരാനും പിന്നെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തിപ്പൂ. അപ്പോൾ ചെമ്പരത്തിപ്പൂ ഞാനിതാ ഈ ഒരു വലിയ ചെമ്പരത്തിപ്പൂ ഇല്ലേ, ഇതാണ് കേട്ടോ ഞാനിന്ന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ചെമ്പരത്തിപ്പൂവാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ വേലിച്ചെമ്പരത്തി ഇല്ലേ, വേലിച്ചെമ്പരത്തി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ വേലിച്ചെമ്പരത്തി. എനിക്ക് വേലിച്ചെമ്പരത്തി ഉണ്ട്, പക്ഷേ പറിക്കാൻ കുറച്ച് മേലേക്ക് പോകണം, നമ്മുടെ ചെമ്പരത്തി തോട്ടത്തിലേക്കൊക്കെ പോകണം കേട്ടോ. അത് മടിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ചെമ്പരത്തി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറുള്ള ചെമ്പരത്തിയോ പിന്നെ നമ്മുടെ കട്ട ചെമ്പരത്തിയൊക്കെ ഇല്ലേ അതൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെയും കുറച്ച് ചെമ്പരത്തിപ്പൂ ഉണ്ട് കേട്ടോ, അതും കൂടി പറിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ എടുക്കാം കേട്ടോ. ചെമ്പരത്തിപ്പൂ എത്ര ഉണ്ടെങ്കിലും നമുക്ക് നല്ലതാണ്, കാരണം മുടിക്ക് നല്ലൊരു തിളക്കം നൽകാനും മുടി ക്ലീൻ ആവാനും മുടി വളരാനും ചെമ്പരത്തിപ്പൂ നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മളോട് പുറമെയൊക്കെ താമസിക്കുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ ചലഞ്ചൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി പറ്റുന്ന രീതിയിൽ ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി ഞാൻ ആ രീതിയിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എന്താ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അടുത്ത സാധനം എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മളോട് ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചി നമുക്കും കൂടി പറ്റുന്ന രീതിയിൽ ചെയ്യണേന്ന്. ഞാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾക്ക് സിമ്പിൾ എല്ലാ പാക്കുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ചലഞ്ചായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരു റുട്ടീനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂ ഇതാ ഏകദേശം ഒരു 8-10 എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര അളവ് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് എടുക്കുക. ഒരു 10 ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, അതിൽ കുറച്ച് കുറഞ്ഞാലും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അലോവേറയാണ് കേട്ടോ. ഞാനിവിടെ കത്തിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അലോവേറ, ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഒരു ലീഫ് അലോവേറ മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ അലവേര കാണുമ്പോൾ വിചാരിക്കും അജീൻ്റെ അലവേരയൊക്കെ നന്നായിട്ട് പിടിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ ഇതില്ല കേട്ടോ, ഞാനിത് പുതിയതായിട്ട് കൊണ്ടുപോയി നട്ടതാണ്. ഇവിടെ അലവേര പിടിക്കുന്ന ഒരു ലക്ഷണവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ലീഫ് അലോവേര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ചെമ്പരത്തിപ്പൂ ഇല്ലാത്തവരാണെങ്കിൽ അലോവേര മാത്രം ഉപയോഗിച്ചിട്ടും ഇന്നത്തെ പാക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അലോവേര ഇല്ല, ചെമ്പരത്തിപ്പൂ മാത്രമാണെങ്കിൽ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടും ഇന്നത്തെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അലോവേരയും ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇതെടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും നല്ലത് വേലിച്ചെമ്പരത്തിയാണ്. വേലിച്ചെമ്പരത്തി കിട്ടുമെങ്കിൽ വേലിച്ചെമ്പരത്തി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് ചെമ്പരത്തിപ്പൂ ആണെങ്കിലും കുഴപ്പമില്ല. ചെമ്പരത്തിപ്പൂ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ഉപയോഗിക്കാം. പൗഡറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ നിങ്ങൾക്ക് പൗഡർ ഉപയോഗിക്കാം.
അപ്പം ഞാനിത് എല്ലാ ചെമ്പരത്തിപ്പൂവും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ളത് അലോവേരയാണ് കേട്ടോ. അപ്പോൾ അലോവേര ഞാൻ പറഞ്ഞ പോലെ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പച്ച ഭാഗം കളഞ്ഞിട്ട് നമുക്ക് ജെല്ല് മാത്രമായിട്ട് എടുക്കാം. പിന്നെ ചെറിയ ലീഫൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 ലീഫ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് അലോവേര ഇതുപോലെ ഫ്രഷ് ആയിട്ടില്ല വാങ്ങിച്ച അലോവേര ആണെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ അലോവേരയുടെ ജെല്ല് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അലോവേര ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ചെമ്പരത്തിപ്പൂ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇനി ചെമ്പരത്തിപ്പൂ ഇല്ല അലോവേര മാത്രമാണെങ്കിൽ അലോവേര മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാക്ക് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ അലോവേരയുടെ അളവ് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ. നമുക്ക് അത്യാവശ്യം പാക്ക് ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ഒരു ബൗൾ നിറച്ചും തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ അളവിലൊക്കെ ഉണ്ടാവും കേട്ടോ. ആ ഒരു അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും സ്യൂട്ട് ആവാത്ത ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് തൈര് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ അളവിലോ 3 സ്പൂൺ അളവിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വേറെ വെള്ളവും കാര്യങ്ങളൊന്നും നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം നിങ്ങൾ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറഞ്ഞ അളവിലാണ് നമുക്ക് പാക്ക് ഉണ്ടാവുക. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ചേർത്തുള്ള അലോവേര ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഹെയർ ഉള്ളവരാണെങ്കിൽ കുറച്ച് പാക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുത്താലും മതി. ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുക്കാനില്ല എന്നാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് നമ്മൾ മുടിയിലേക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓയിലി ആയിരിക്കും. അതുകൊണ്ട് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ മുടിയൊന്ന് നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞിട്ട് പാക്ക് തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മേത്ത് മൊത്തമാവും. അപ്പോൾ നമുക്ക് മുടി മുന്നോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. ഇപ്പോൾ ഹെയർ ഫോളൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തേച്ച് കൊടുക്കാം. അപ്പോൾ പാക്ക് നമ്മൾ മുടിയിൽ തേക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിലാണ് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് മുടിയിലേക്ക് തേച്ച് കൊടുത്താൽ മതി. കാരണം നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഡ്രൈനെസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ സ്കാൽപ്പിൽ ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊടി പോലെ നമ്മളിങ്ങനെ ചൊറിയുന്ന സമയത്ത് വെള്ളപ്പൊടി പോലെ താരം പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിലെ ഡ്രൈനെസ് ആദ്യം മാറ്റിയെടുക്കണം. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഒന്ന് പിഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പാക്ക് വന്നോളും. പിന്നെ ഞാനിപ്പോൾ ഈ പാക്ക് തയ്യാറാക്കിയിട്ടുള്ള എൻ്റെ മുടിക്കുള്ള ഒരു അളവിനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഹെയർ ഉള്ളവരാണ്, കൂടുതലായിട്ട് ലെങ്ത് ഒക്കെ ഉള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ പാക്ക് കുറച്ച് കൂടിയ അളവിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് പാക്ക് ഒന്ന് പിഴിഞ്ഞാൽ തന്നെ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അത് വന്നോളും. മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ സ്കാൽപ്പിലും മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തേച്ചിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് പിഴിഞ്ഞ് കളയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പ്രശ്നമില്ല. നമ്മുടെ പാക്ക് നല്ല ലൂസ് ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ തേച്ചിട്ട് കെട്ടി വെച്ചാൽ നമ്മുടെ മേത്തുകൂടിയൊക്കെ മൊത്തമായിട്ട് ഒഴുകി ഇറങ്ങും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് കെട്ടി വെച്ചാൽ മതി. കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് നേരം പാക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് കഴുകാം. തീരെ തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ 15 മിനിറ്റ് നേരം വെക്കണമെന്നില്ല. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അത്ര സമയം വെച്ചിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വെറുതെ വെള്ളത്തിലാണ് കേട്ടോ നമ്മളിന്ന് കഴുകുന്നത്. അപ്പോൾ ഞാനിന്ന് കഴുകുന്നത് കാണിക്കണം എന്ന് വിചാരിച്ചല്ല. പിന്നെ കമൻറ്റിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് പാക്ക് ആണെങ്കിലും അത് കഴുകുന്നതും കൂടി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴുകുന്നത് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്താൽ മാത്രം മതി. നമ്മളിപ്പോൾ എത്ര പാക്ക് നമ്മൾ മുടിയിൽ തേച്ചിട്ടുണ്ടല്ലോ ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുടിയിൽ നിന്ന് പോകുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകി എടുക്കുക. നമ്മൾ ഇതിനകത്ത് ചെമ്പരത്തിപ്പൂ ചേർത്ത കാരണം തന്നെ ഒരു താളിയുടെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ ഡേ 3 നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ അങ്ങനെ കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയലുണ്ട് പാക്ക് ചെയ്യുന്ന ദിവസം നിങ്ങൾ നൈറ്റ് ഹെയർ കെയർ അങ്ങനെ ഒരുപാട് മസാജിങ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ രീതിയിൽ ഹെയർ സ്ട്രോക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ഹെയർ സ്ട്രോക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുടിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇനി അടുത്ത ദിവസം 4ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടിയിൽ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് വെറുതെ വെള്ളത്തിലൊന്നും മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ മുടി കഴുകാത്ത ദിവസം മുടി കഴുകുന്നവരുണ്ടെങ്കിൽ താളി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താളി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒരു താളിയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും 4ാമത്തെ ദിവസം നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. പിന്നെ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് ചെയ്യാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണയോ 3 തവണയൊക്കെ ചെയ്യുന്നത്
ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുക്കാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മുടെ ചലഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ഒരു പാക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.